വിജയത്തെ നുണയാൻ അത്ര പെട്ടെന്നൊന്നും സാധ്യമാവില്ല. 1000 തീനാളങ്ങൾ ഒരുമിച്ച് പ്രകാശിപ്പിച്ചാലും കഷ്ടതകളുടെ ഒരു തരി എരിനാളമെങ്കിലും നമ്മെ നോക്കി പുച്ഛിക്കും. അതിനോട് മല്ലടിക്കാൻ പോയാൽ നമുക്കാണ് നഷ്ടങ്ങൾ. തിരിഞ്ഞു നോക്കാതെ ഓടിയെടുക്കാൻ ശ്രമിക്കുക. പൂ പോലെ പറിക്കാൻ കഴിയുന്ന സ്വപ്നങ്ങളല്ല നമ്മൾ കാണുന്നതെന്ന ബോധ്യം നമുക്ക് വേണം. ഉള്ളിലെരിയുന്ന കനലുകളെ സ്വയം തണുപ്പിക്കണം. ഊർജത്തെ ആവാഹിക്കണം. ഒന്നുമല്ലാത്തവളെന്ന് മുദ്ര കുത്തിയവരെ കൊണ്ട് തന്നെ എല്ലാമായവളെന്ന് തിരുത്തി പറയിപ്പിക്കണം. പുച്ഛിച്ചിരുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയാൻ പഠിക്കണം. വാശിയുടെ കൊടുമുടി കയറണം. സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കണം. നമ്മെ അനിഷ്ടത്തോടെ കാണുന്നവരോട് അടുപ്പം കുറക്കണം. തൊട്ടാവാടിയല്ല പെണ്ണ്, തൊട്ടാൽ പൊള്ളുന്നവളാണ് പെണ്ണ്. സ്വയം നന്നാവുക. ചുറ്റുമുള്ളതിനെയോർത്ത് വേവലാതിപ്പെടാതിരിക്കുക. നിങ്ങളുടെ ആദി കൊണ്ടോ പേടി കൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. രാത്രി പകലും പകൽ രാത്രിയുമായ ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നാം നമ്മുടെ വഴിയെ പിന്തുടരുക. ചിന്തകളെ ശക്തിയുള്ളതാക്കുക. അറിവോടെ പ്രവർത്തിക്കുക. ആത്മശുദ്ധിയോടെ മുന്നോട്ട് നീങ്ങുക. അതനുസരിച്ച് കൂടെ കൂടുന്നവരോട് കൂടുതൽ അടുക്കുക. മക്കളായ ശേഷം പതിയെ ഉൾവലിയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. കൂടുതൽ ഉൾവലിയപ്പെടുന്നത് പെണ്ണ് തന്നെയാണ്. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അത്രയും പ്രാധാന്യം നൽകേണ്ടതായിട്ട് അവർക്ക് വരുന്നു. സമൂഹത്തോടുള്ള ഇടപഴകലിനെ അങ്ങോളം മറക്കേണ്ടതായും വരുന്നു. കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും കൂടലുകളുണ്ടാവുമ്പോൾ മക്കൾക്ക് കൂട്ടിരിപ്പായി വീട്ടിലിരിക്കുന്നവൾ, ജീവിതത്തെ 2 ഭാഗമായി കാണേണ്ടവൾ. സമ്പൂർണ്ണ ജീവിതം നയിക്കാൻ ആരോഗ്യവും സമ്പത്തും സന്തുലിതമാക്കുക. നിങ്ങൾ രണ്ടിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സന്തോഷവും വിജയവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾ സൃഷ്ടിക്കുന്നു. ശരിയായ ഭക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഇന്ധനം നൽകുക. അത് നിങ്ങൾക്ക് ഊർജവും ഉന്മേഷവും ശക്തിയും നൽകും. ഏതുമാകട്ടെ, പ്രതീക്ഷ കൈവിടാതിരിക്കുക. സൂര്യപ്രകാശം എത്തും വരെ മാത്രമേ ഇരുട്ടിന് ആയുസുള്ളൂ എന്നോർക്കുക. സമയം അമൂല്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുന്നതൊക്കെയും സമയത്തിൻ്റെ അടിസ്ഥാനത്തിലായതിനാൽ സമയം അവന് ഏറ്റവും വിലപ്പെട്ടതായിത്തീരുന്നു. സമയത്തോട് അവൻ പുലർത്തുന്ന നിലപാടിനനുസരിച്ച് അവനെ അത് ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും എത്തിക്കുന്നു. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് സമയം. ഇപ്പോൾ ചെയ്യേണ്ടത് പിന്നത്തേക്ക് മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ ചെയ്യുക.